എന്താണ് ശുദ്ധി അല്ലെങ്കിൽ പവിത്രത? നമ്മൾ പറയാറുണ്ടല്ലോ, ശുദ്ധിയോടെ ജീവിക്കണം, സ്വച്ഛമായി ജീവിക്കണം എന്നൊക്കെ. അപ്പൊ എന്താണ് ഈ ശുദ്ധി? നമ്മൾ ചിന്തിക്കുന്നത് ബ്രഹ്മചര്യത്തോടുകൂടി ജീവിക്കുക എന്നതാണ് ശുദ്ധി അല്ലെങ്കിൽ പവിത്രത. എങ്ങനെ? അമ്പലത്തിൽ പോകുമ്പം നമ്മൾ കുളിച്ച് വൃത്തിയായിട്ട് പോകുന്നു, അതും ഒരു ശുദ്ധി തന്നെയാണ്, അതും പവിത്രതയാണ്. പക്ഷെ പവിത്രത എന്ന് വെച്ചാൽ ബ്രഹ്മചര്യം മാത്രമല്ല, ഒപ്പം ഒരുപാട് അവഗുണങ്ങളും ഉണ്ട്. ക്രോധം, മോഹം, ലോഭം, വാശി, അസൂയ ഇതെല്ലാം അപവിത്രതയിൽ ഉൾപ്പെടുന്നതാണ്. ആയതിനാൽ നമ്മൾ ഈശ്വരനുമായിട്ട് നമ്മുടെ ബന്ധം വെച്ച് രാജയോഗം പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള ബ്രഹ്മചര്യ വ്രതത്തിൻ്റെ ഒപ്പം വേറെയും ചില അപവിത്രതകളുണ്ട്, അതിനെയും നമ്മൾ നിശേഷം മാറ്റി നമ്മൾ മഹാൻ പവിത്ര ആത്മാവായിട്ട് മാറണം. നമ്മുടെ ജീവിതത്തിൽ പരമമായ സുഖം, ശാന്തി അനുഭവം ചെയ്യണം.